ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ ശബ്ദ സന്ദേശവുമായി നിങ്ങളെ സമീപിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ സന്ദേശത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കന്യക ജനനത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. എന്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഒരു കന്യകയിൽ ഭൂജാതനായി, അതിനെക്കുറിച്ചുള്ള പ്രവചനവും അതിന്റെ നിവൃത്തിയും നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നമുക്ക് വേറൊരു പ്രവചന ഭാഗത്തിലേക്കും അതിന്റെ നിവൃത്തിയിലേക്കും തിരിയാം. പഴയ നിയമത്തിലെ മീഖയുടെ പ്രവചനമാണ് അതിനടിസ്ഥാനമായിരിക്കുന്നത്. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രയേലിന് അധിപതിയായവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. ഈ പ്രവചനം ഉണ്ടായത് ക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ പ്രവചനം പുതിയ നിയമത്തിൽ നിവൃത്തിയായതായി നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. ബൈബിളിൽ മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകത്തിന് പുറത്തുള്ള ചരിത്ര തെളിവുകളും ഈ വസ്തുതയെ ഉറപ്പിക്കുന്നുണ്ട്. ചരിത്രകാരനായ യോസീഫസിന്റെയും മറ്റും എഴുത്തുകളിൽ നിന്ന് ഈ വസ്തുത നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ക്രിസ്തുവിന്റെ ജനനം ബേത്ലഹേമിലാകുവാൻ കാര്യങ്ങൾ ക്രമീകൃതമായി എന്ന വസ്തുത ശരിയാണ് എന്നിരിക്കലും, എന്തുകൊണ്ട് ഈ പ്രവചനം ഇങ്ങനെയായി, അത് അതുപോലെ നിവൃത്തിയായി എന്നുമുള്ള വസ്തുത ചിന്തനീയമാണ്. യോസേഫും മറിയയും ഈ സമയത്ത് ഉള്ള ഒരു സെൻസസ് എടുപ്പിനു വേണ്ടി ഗലീലയിൽ താമസിച്ചിരുന്നവർ സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയി എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. എന്തുകൊണ്ട് മശിഹയുടെ ജനനത്തിനായിട്ട് ദൈവം ബേത്ലഹേമിനെ തെരഞ്ഞെടുത്തു, അതിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. 1-2 വസ്തുതകൾ ആ വിഷയത്തോടുള്ള ഓർമ്മിപ്പിച്ച് ഈ ശബ്ദ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ്. ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ ജനിക്കുക എന്നുള്ളത് എത്രയോ നീതിയും യുക്തവും ആയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവകാശപ്പെടുന്ന ഒരു അവകാശവാദമുണ്ട്. അതിങ്ങനെയാണ്: ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നുള്ളത്. അപ്പോൾ കർത്താവിന്റെ ജനനം ബേത്ലഹേമിൽ ആയത് എത്രയോ യുക്തിയും അതുപോലെ തന്നെ അത് നീതിയുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ജീവന്റെ അപ്പമായ നമ്മുടെ കർത്താവ് അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമിൽ ജനിച്ചു എന്നുള്ളത് എത്രമാത്രം യുക്തമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമതായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത്, ബേത്ലഹേം എന്നത് ദാവീദിന്റെ പട്ടണമാണ്. ദാവീദ് പുത്രനായ യേശു കർത്താവ് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ ജനിക്കുക എന്നുള്ളത് അതിലും വലിയ കാലത്തിന്റെ കാവ്യനീതിയാണെന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ കഴിയും. മൂന്നാമത്തെ ചിന്ത എന്നുള്ളത്, ഭൂമിശാസ്ത്രപരമായി ബേത്ലഹേം ഭൂമിയുടെ മധ്യഭാഗത്തായി നിലകൊള്ളുന്നു. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ വൻകരകളിൽ യോജിക്കുന്ന സ്ഥലമാണ് ബേത്ലഹേം എന്ന് പറയുന്ന ആ ഭൂപ്രദേശം. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഫെസ്തോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. നമ്മുടെ കർത്താവിന്റെ ജനന മരണത്തോടുള്ള ബന്ധത്തിൽ അത് ഭൂമിയുടെ ഒരു കോണിൽ നടന്ന സംഭവമല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ലോകത്തിന്റെ മധ്യഭാഗത്തായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ ജനനം എത്രയോ കാര്യമാത്ര പ്രസക്തമാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ തക്കണം കഴിയും. ദൈവം തന്റെ പ്ലാനും പദ്ധതിയും എപ്പോഴും അത് പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളത് വീണ്ടും ഈ വസ്തുത ഓർക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതയാണ്. സർവ്വലോകത്തിന്റെയും പാപം വഹിക്കുവാനുള്ള കർത്താവിന്റെ ജനനം ലോകത്തിന്റെ മധ്യഭാഗത്തായിട്ട് ജനിക്കുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം പ്രസക്തിയുള്ള ഒരു വസ്തുതയാണെന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ തക്കോണം കഴിയും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ കർത്താവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നാം ഓർക്കുകയും അത് ബേത്ലഹേമിലാണെന്ന് പറഞ്ഞ് നാം വിടുകയും ചെയ്യുകയാണ് സാധാരണയായി സംഭവിക്കുന്നത്. എന്നാൽ ദൈവം ചെയ്ത പ്ലാൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മധ്യഭാഗത്തായി ലോകരക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തു ജനിക്കുകയും അവിടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ള ദൈവത്തിന്റെ ക്രമീകരണം, മനുഷ്യനോടുള്ള മുത്തിൽ ദൈവം എത്രമാത്രം ലോകത്തിലുള്ള സകല മനുഷ്യനെയും സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ
നന്ദിയായി നമുക്ക് ഓർക്കുവാൻ തക്കോണം കഴിയും. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും പാപം വഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ മധ്യഭാഗത്തായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇത്രമാത്രം കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കുവാൻ, അതുപോലെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചെറിയ ആയുസ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ സ്വന്തം ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്ന നാളുകളായി നമ്മുടെ നാളുകളാകുവാൻ ദൈവം ഇടവരുത്തട്ടെ. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ഒരു കർത്താവ് നിങ്ങൾക്കായിട്ട് ജീവിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കുവാൻ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിയുമോ? അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത ഒരു പ്രവചനത്തിന്റെ ഭാഗവുമായി മടങ്ങി വരാം. അതുവരെ ഗോഡ് ബി വിത്ത് യു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ.